പേജ് നമ്പർ 333 ലിക്വിഡ് റേഷ്യോ ഓർ ക്യുക്ക് റേഷ്യോ ആണ് അടുത്ത് നോക്കാനുള്ളത്. ലിക്വിഡ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് അസെറ്റ് ടു കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ലിക്വിഡ് റേഷ്യോ ഓർ ക്യുക്ക് റേഷ്യോ. ഇതിനെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയാറുണ്ട്, ദെൻ നിയർ മണി റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഫോർമുല നോക്കുക കേട്ടോ, ഫോർമുല ശ്രദ്ധിക്കുക. ലിക്വിഡ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ദെൻ കോമ്പണൻസ് അവിടെ മെഷർ ചെയ്തിരിക്കുന്നത് നോക്കൂ. കോമ്പണൻസ് ഏതൊക്കെയാണ്? 2 basic components are there. One is liquid asset and another is current liabilities. അപ്പോൾ ലിക്വിഡ് അസറ്റ് ഓർ ക്യുക്ക് അസറ്റിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കാം. ക്യുക്ക് അസറ്റ് ഇൻക്ലൂഡ് ഓൾ കറണ്ട് അസറ്റ്സ് എക്സെപ്റ്റ് ഇൻവെൻട്രീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇൻവെൻട്രീസും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴികെയുള്ള മറ്റെല്ലാ കറണ്ട് അസറ്റ്സിനെയാണ് ക്യുക്ക് അസറ്റ് എന്ന് പറയുക. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് കറണ്ട് റേഷ്യോയിൽ പഠിച്ചു. അപ്പോൾ ആ കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെൻറ്ററീസും അതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ക്യുക്ക് അസറ്റ്സ്. അപ്പോൾ ആ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് 2 കോമ്പണൻസും കണ്ടുപിടിക്കേണ്ടത്. ഇനി സ്റ്റാൻഡേർഡ് റേഷ്യോ നോക്കാം. സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ്. ഓക്കെ, standard ratio for Quick ratio is 1:1. If the Quick ratio is 1:1 or more than 1:1, the financial position of a firm is said to be good. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്? 1:1 ആണ് ഒരു ബിസിനസ്സിൻ്റെ ക്യുക്ക് റേഷ്യോ എങ്കിൽ ഗുഡായിട്ടുള്ള പൊസിഷനാണ് കാണിക്കുന്നത്. ഇനി 1:1 കൂടുതലാണെങ്കിലും നല്ലതാണ്. കുറവാണെങ്കിൽ ലെസ് ദാൻ 1:1 ആണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സെഡ് ടു ബി അൺസൗണ്ട്, അതായത് നല്ലതല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നുള്ളതാണ്. ലെസ് ദാൻ 1:1 എന്നുള്ള ക്യുക്ക് റേഷ്യോ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് അടുത്തത് നോക്കൂ. സിഗ്നിഫിക്കൻസ് ഓഫ് ക്യുക്ക് റേഷ്യോ. എന്തിനാണ് ഫോർ വാട്ട് പർപ്പസ് ക്യുക്ക് റേഷ്യോ ഇസ് ടു ബി കാൽക്കുലേറ്റഡ്? ക്യുക്ക് റേഷ്യോ ഇസ് കൺസിഡേർഡ് ടു ബി സുപ്പീരിയർ ടു കറണ്ട് റേഷ്യോ ഇൻ ടെസ്റ്റിംഗ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ഫേം. കറണ്ട് റേഷ്യോ ലിക്വിഡിറ്റി പൊസിഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ്, പക്ഷേ ക്യുക്ക് റേഷ്യോ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യുന്ന റേഷ്യോയ്ക്ക് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ഫേം അറിയാനായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതായത് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോനേക്കാളും കുറച്ചുകൂടി സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള റേഷ്യോ ആണ് ക്യുക്ക് റേഷ്യോ. അതായത് 2 റിസൾട്ടും, അതായത് കറണ്ട് റേഷ്യോയിലുള്ള റിസൾട്ടും ക്യുക്ക് റേഷ്യോയിലുള്ള റിസൾട്ടും ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ഫേം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ക്യുക്ക് റേഷ്യോ വെച്ചിട്ടുള്ള റേഷ്യോ വെച്ചിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷനാണ്. ഓക്കെ, ഇനി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്യുക്ക് റേഷ്യോ നമുക്ക്. ക്യുക്ക് റേഷ്യോ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് കറണ്ട് റേഷ്യോ ക്യാൻ ബി എ വെരി ഗുഡ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ഇനി രണ്ടും ഞാൻ പറഞ്ഞു, കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും ഒരുപോലെ ലിക്വിഡിറ്റി പൊസിഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിലും ഇവ രണ്ടും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനിയുടെ ബെറ്റർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനായിട്ട്, ലിക്വിഡിറ്റി പൊസിഷൻ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് ദീസ് 2, കറണ്ട് റേഷ്യോ ആൻഡ് ക്യുക്ക് റേഷ്യോ. ഓക്കെ, if the current ratio is 2:1 and quick ratio is 1:1, the liquidity position may be considered as satisfactory. അതായത് 2 റേഷ്യോയും അതിൻ്റെ ഐഡിയൽ റേഷ്യോ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ സാറ്റിസ്ഫാക്ടറി ലെവലാണ്. ഇനി കറണ്ട് റേഷ്യോ ഇസ് ഹയർ ദാൻ 2:1 ബട്ട് ക്യുക്ക് റേഷ്യോ ഇസ് ലെസ് ദാൻ 1:1. അതായത് കറണ്ട് റേഷ്യോ സ്റ്റാൻഡേർഡ് റേഷ്യോനേക്കാളും കൂടുതലും ക്യുക്ക് റേഷ്യോ അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോയിനേക്കാളും കുറവാണെങ്കിൽ പറയുന്നത് എക്സസീവ് ഇൻവെൻട്രിയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, എക്സസീവ് ഇൻവെൻട്രിയാണ് കാണിക്കുന്നത്, അതായത് ഇൻവെൻട്രിയിലുള്ള കൂടുതലാണ് അവിടെ കാണിക്കുന്നത്. ഇനി അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് എന്താണ് നോക്കിയിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് റേഷ്യോ ആൻഡ് ക്യുക്ക് റേഷ്യോ. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് വെദർ എ ഫേം ഇസ് എബിൾ ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് വിതിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കറണ്ട് റേഷ്യോ നോക്കുന്നത്. പക്ഷേ ക്യുക്ക് റേഷ്യോ നോക്കുന്നത് കറണ്ട് ലയബിലിറ്റീസ് വിതിൻ എ മന്ത് കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് നോക്കൂ. കറണ്ട് റേഷ്യോ
expresses the relationship between current asset and current liabilities, but quick ratio expresses the relationship between quick asset and current liabilities. In case of current ratio, അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോസ് തമ്മിൽ പറയുകയാണ്. കറണ്ട് റേഷ്യോ ആണെങ്കിൽ 2:1 ആണ്, ക്വിക്ക് റേഷ്യോ ആണെങ്കിൽ 1:1 ആണ്. then അടുത്ത ഇൻവെൻട്രീസ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് കറണ്ട് റേഷ്യോ while it is ignored in the calculation of quick ratio. ഇൻവെൻട്രീസ് കറണ്ട് റേഷ്യോയിൽ എടുക്കുന്നുണ്ട്. അതായത് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെൻട്രീസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ക്വിക്ക് റേഷ്യോയിൽ ഇൻവെൻട്രി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം നോക്കൂ, അവിടെ തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്യാഷ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ക്വിക്ക് റേഷ്യോ ആണ്. നമുക്ക് ഫോർമുല അറിയാം, ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് മാത്രം നമുക്ക് ഈ തന്നിരിക്കുന്ന പർട്ടിക്കുലേഴ്സിൽ നിന്നും എടുത്താൽ മതി. അതായത് ക്വിക്ക് അസറ്റ് എടുക്കണം. ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻവെൻറ്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഇല്ലാത്ത അസറ്റ് മാത്രം. അതായത് ഇൻവെൻറ്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസും, അതായത് സ്റ്റോക്ക് ഓർ ഇൻവെൻറ്ററി, സ്റ്റോക്കിനെ തന്നെയാണ് ഇൻവെൻറ്ററി എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത അസറ്റുകളെയാണ് ക്വിക്ക് അസറ്റ് എന്ന് പറയുക. ഓക്കെ, ദെൻ കറണ്ട് ലയബിലിറ്റീസ് നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് നോക്കൂ, ക്വിക്ക് അസറ്റിനെ അവിടെ മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് 3,60,000. ദെൻ കറണ്ട് ലയബിലിറ്റീസ് 4,80,000. ഇത് രണ്ടും കൂടി ക്വിക്ക് റേഷ്യോ ആയിട്ട് കണ്ടു. ഓക്കെ, 0.75:1 എന്നുള്ളതായി. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് നോക്കൂ, 0.7. ഇതിൻ്റെ ഐഡിയൽ റേഷ്യോ എത്രയായിരുന്നു? 1:1 ആയിരുന്നു അല്ലേ? അപ്പോൾ നോക്കൂ, ക്വിക്ക് റേഷ്യോ ഇസ് ബിലോ ദ സ്റ്റാൻഡേർഡ്. അതായത് ഇതിൻ്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ ബിലോ ദ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും ഒരു ഫേമിന്. അതായത് ലയബിലിറ്റി പേ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി പൊസിഷൻ ഇല്ലാത്ത, അതായത് ലിക്വിഡിറ്റി പൊസിഷൻ നല്ലതല്ല കാണിക്കുന്നത്, 1:1 താഴ്ന്ന റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഫേമിന് അതിൻ്റെ ലയബിലിറ്റീസ് പേ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് നോട്ട് സാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ.